ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിൽ പൊട്ടിത്തെറിക്ക് പിന്നാലെ ഉണ്ടായ 5 പേരുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം. മരണകാരണം ശ്വാസതടസ്സമെന്ന ആരോപണത്തിന് പിന്നാലെ 5 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉന്നതതല യോഗം ചേരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന പുതിയ ബ്ലോക്കിലാണ് ഇന്നലെ രാത്രിയോടെ പുക ഉയർന്നത്. ഇതിന് പിന്നാലെ 5 മൃതദേഹം കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റി. ഇതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. മരണം സംഭവിച്ചത് പുക ശ്വസിച്ചുള്ള ശ്വാസതടസ്സം മൂലം എന്നാണ് ആരോപണം. മെഡിക്കൽ കോളേജ് അധികൃതർ ഇത് നിഷേധിച്ചെങ്കിലും മരിച്ചവരുടെ കുടുംബങ്ങൾ നൽകിയ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതേസമയം അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. അപകടത്തിന് പിന്നിൽ എന്തെന്ന് കണ്ടെത്താൻ വിദഗ്ധ പരിശോധന വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് 24 പറഞ്ഞു. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണട്ടെ. പ്രാഥമികമായിട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. വിദഗ്ധ പരിശോധന ആവശ്യമാണ്. എന്തായാലും വിദഗ്ധ പരിശോധന ഉണ്ടാകട്ടെ. അതിനിടെ മെഡിക്കൽ കോളേജ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എല്ലാ വിഭാഗത്തിലെയും മേധാവികൾ പങ്കെടുത്തുകൊണ്ടായിരുന്നു യോഗം. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലാകും മരണകാരണത്തിൽ വ്യക്തത വരിക. 24 കോഴിക്കോട്. അതേസമയം പുക ശ്വസിച്ചതും വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതുമാണ് മരണത്തിന് കാരണമായത് എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. അഞ്ചു പേരുടെ മൃതദേഹമാണ് ഇന്നലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇതിൽ 4 പേരുടെ മരണത്തിലാണ് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നത്. മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മരിച്ച വെസ്കിൽ സ്വദേശി ഗോപാലന്റെ ബന്ധു. പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. തീപിടുത്തം പുകയും എല്ലാം കൂടി വന്നു. പെട്ടെന്ന് അതെന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയണം. തീപിടുത്തം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ പുക ഒക്കെ സ്വച്ഛിട്ട് അതാണോ, ഇനിയിപ്പോൾ ഇത് വയറിങ് കത്തിയിട്ട് ഇത് കട്ടായത് കൊണ്ടാണോ മരിച്ചതെന്ന് രണ്ടും പറയാൻ പറ്റില്ല. അന്വേഷണം തന്നെ വേണം. ഇനി നാളെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലല്ലോ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയനാട് സ്വദേശി നസീറ അപകടനില തരണം ചെയ്തിരുന്നു. പൊട്ടിത്തെറിക്കിടെ വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പരാതി. റിക്കവറി ആയി വന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറി ആയി മരുന്നൊക്കെ വാങ്ങിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്. അല്ല അങ്ങനെ വരില്ലായിരുന്നു. കൊയിലാണ്ടി സ്വദേശി ഗംഗാധരന് ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഓക്സിജൻ നൽകുന്നത് നിർത്തിവെക്കേണ്ടി വന്നു. ഇതാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ. ഓക്സിജൻ കയറ്റണം തന്നെ ഓക്സിജൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഒന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പുകയിരുന്നു. പുകയല്ല, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു തീ പടർന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്നാഴ്ച പുകയെ വരും. പിന്നെ ജനങ്ങളൊന്നും കാണുന്നില്ല. അത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ് അതാ പറയുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബന്ധുക്കളുടെ ആരോപണങ്ങളിലെ നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂ. 24 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ കുറ്റക്കാർ ആരോഗ്യവകുപ്പും മന്ത്രി വീണ ജോർജുമെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് UDFന്റെയും BJPയുടെയും എന്നാണ് CPMന്റെ മറുപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കൾ ഉയർത്തുന്നത്. പുതിയ കെട്ടിടത്തിൽ ഉണ്ടായ അപകടത്തിന്റെ കാരണം സർക്കാർ വീഴ്ചയെന്ന് T സിദ്ദീഖ് MLA. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം. ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കണമെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. മറുപടിയുമായി CPIM നേതാക്കൾ രംഗത്തെത്തി. ദുരന്ത സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് കോൺഗ്രസും BJPയും.
ഓരോ ഘട്ടത്തിലും ആ ദുരന്ത സമയത്ത് ഒരിക്കലും ഒരു ഉദ്ദേശവും വെച്ച് സാധാരണ പൊതുപ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഭവം നടന്ന ആ ഘട്ടത്തിൽ ഉന്നയിക്കപ്പെടേണ്ട ആശയമല്ല ശരിക്കും. അത് കൂടുതൽ പരിശോധിക്കട്ടെ. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ഇതോട് ചേർത്ത് ഒരു പ്രതികരണം കൂടിയുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം പറയുന്നു. ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. രോഗികളെ മാറ്റുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം എന്നും പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താക്കുറിപ്പിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ, DMO ഇവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന് മുമ്പ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് കാണട്ടെ. പ്രഥമമായിട്ടുള്ള വിവരമാണല്ലോ കിട്ടിയത്. പ്രാഥമികമായിട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. വിദഗ്ധ പരിശോധന ആവശ്യമാണ്. എന്തായാലും വിദഗ്ധ പരിശോധന ഉണ്ടാകട്ടെ. ഉടനെ തന്നെ ഉന്നതതല യോഗം ചേരണമെന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് രോഗികളെല്ലാം തന്നെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 144 രോഗികളാണ് ആ പുതിയ ബ്ലോക്കാണല്ലോ അവിടെ ഉണ്ടായിരുന്നത്. സമീർ സി മുഹമ്മദും മിഥില ബാലനും വിവരങ്ങൾ നൽകും. സമീർ, യോഗം തുടങ്ങിയല്ലോ, ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഇതിനിടയിൽ ഇപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നു. BJP ഇതിൽ വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? വിജയകുമാർ, യോഗം ആരംഭിച്ചിരിക്കുന്നു. ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൂടാതെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുണ്ട്, അതുപോലെ DMO ഉണ്ട്, മറ്റ് വിവിധ വകുപ്പുകളിലെ മേധാവിമാരുണ്ട്, കൂടാതെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്, KSCBയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. ഇന്നലെ സന്ധ്യയോട് കൂടിയാണ് UPS പൊട്ടിത്തെറിച്ചു എന്നുള്ള വിവരം ലഭിക്കുകയും അതേ തുടർന്ന് അവിടെ നിന്ന് ഉണ്ടായിരുന്ന 144 രോഗികളെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ഒരു ഭീകരാന്തരീക്ഷമായിരുന്നു ആ വേളയിൽ ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ തന്നെ തീ കെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള പുക ഉയരുന്നത് ഏറെ മണിക്കൂറോളം നീണ്ടുനിന്നു. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഇപ്പോൾ സജീവമായിക്കൊണ്ട് പുറത്തുവരികയാണ്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കൾ ഉന്നയിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് T. സിദ്ദിഖ് MLA ഇന്നലെ രാത്രി ഉന്നയിച്ചത്. അതിന് പിറകെ അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. 5 പേരാണ് ആ വേളയിൽ മരിച്ചത്. ആ മരണത്തിൻ്റെ കാരണം പൊട്ടിത്തെറിയും തുടർന്നുകൊണ്ടുള്ള സംഭവങ്ങളുമാണ് എന്നുള്ള ആ ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് BJP നേതാക്കളും സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ആരോഗ്യ വകുപ്പിൻ്റെ തികഞ്ഞ പരാജയമാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഇടയാക്കിയത് എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉന്നതതല യോഗം ചെയ്യുന്നത്. എന്താണ് ഈ സംഭവത്തിന് ഇടയാക്കിയത് എന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ള പ്രാഥമിക വിവരത്തിന് അപ്പുറത്ത് മറ്റ് എന്തൊക്കെ ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും പുതിയ ബ്ലോക്കാണിത്. ആ ബ്ലോക്കിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിദഗ്ധരുടെ സാങ്കേതിക വിദഗ്ധരുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിലാണ് ഈ യോഗം നടക്കുന്നത്. UPSൻ്റെ CT സ്കാൻ റൂമിലുള്ള UPS പൊട്ടിത്തെറിച്ചു എന്നതിൽ കവിഞ്ഞ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ 5 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉയരുന്നത്. അതിൽ ഈ സംഭവങ്ങളിലെ ഈ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളുമൊക്കെ ഈ UPS പൊട്ടിത്തെറിച്ചതിനെ തുടർന്നിട്ടുള്ള പുക ശ്വസിച്ചതും അതുപോലെ തന്നെ ആ വേളയിൽ വെന്റിലേറ്ററിൻ്റെ സഹായം ലഭ്യമാകാത്തതും ഓക്സിജൻ ലഭിക്കാത്തതുമൊക്കെയാണ് ഈ മരണത്തിന് ഇടയാക്കിയതെന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ തള്ളുകയാണ്. ആ ഒരു വേളയിൽ കൂടിയാണ് ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത. എന്തായാലും ഈ ഫയർ ഇലക്ട്രിക്കൽ ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ ഈ അപകട കാരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കാം. സാങ്കേതിക പരിശോധനയാണ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത്. മിഥില ബാലൻ കൂടി ചേരുന്നുണ്ട്. മിഥില, പോസ്റ്റ്മോർട്ടം നടപടികളുടെ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. മിഥില, ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ പുക ശ്വസിച്ച് മരണം എന്നത് ഒരു ആരോപണം മാത്രമാണ്, അതിന് തെളിവൊന്നുമില്ല എന്നതാണ്. അപ്പോൾ എങ്ങനെ മരണം സംഭവിച്ചു എന്നതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ, മിഥില?
വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ബന്ധുക്കൾ ആരോപണം ഉന്നയിക്കുന്നു. ഗുരുതരമായ ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ആ ഒരു സംഭവം ഉണ്ടായ സമയത്ത് വെന്റിലേറ്ററിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന രോഗികൾ ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പോൾ പാതി വഴിയിൽ ഓക്സിജൻ നൽകുന്നത് നിർത്തി ഈ രോഗിയെ പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പുറത്തേക്ക് എടുത്ത സമയത്താണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മരിച്ച രോഗികളുടെ ബന്ധുക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ആശുപത്രി അധികൃതർക്കും സർക്കാരിനും ഈ വിഷയത്തിലുള്ള ഒരു മറുപടി നൽകേണ്ടതുണ്ട്. ആശുപത്രി അധികൃതർ ഈ കുടുംബത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തള്ളിയിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയുള്ള രോഗികളെല്ലാം തന്നെയായിരുന്നു ഈ ഒരു മരണം സംഭവിച്ചത് എന്ന ഒരു നിലപാടാണ് ആശുപത്രി അധികൃതർ ഇന്നലെ സ്വീകരിച്ചത്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് എന്ന ഒരു ആരോപണം തന്നെയാണ് ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. അതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി വേണ്ടത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. കാരണം 5 മൃതദേഹങ്ങളുണ്ട്. ഇതിൽ 4 മൃതദേഹത്തിൻ്റെ ആണ് ഇത്തരത്തിലുള്ള ഒരു സംശയം ഉന്നയിച്ചത്. ഈ 4 രോഗികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സംശയം ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു ആത്മഹത്യയാണ്. ആ ആത്മഹത്യ മരിച്ച ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു രോഗി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു മൃതദേഹവും കൂടി പോസ്റ്റ്മോർട്ടത്തിന് ചെയ്യണം എന്ന ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ആകെ 5 മൃതദേഹങ്ങൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അതിലിപ്പോൾ ഒരു മൃതദേഹത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകം എന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ഇതിലെ ഒരു കാര്യം കൂടി, ഇന്നലെ ഈ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ സമയത്ത് മറ്റു രോഗികൾ, കൂടുതൽ രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അവരുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം എന്ന ആവശ്യം വരുന്നുണ്ട്. അത് ആരോഗ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനിക്കുക എന്ന് കരുതാം. അവരുടെ ആരോഗ്യനില എങ്ങനെ? അവരൊക്കെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കില്ല എന്ന് കരുതാം അല്ലേ? വിജയകുമാർ, നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക്, അതായത് PMSSY ബ്ലോക്കിലേക്ക് രോഗികളെ ഒന്നും തന്നെ എടുക്കുന്നില്ല. അത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ വരുന്ന രോഗികളോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തേണ്ട, നേരെ ബീച്ച് ആശുപത്രിയിലേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബീച്ച് ആശുപത്രിയിലാണ് ഒരു ബദൽ കാഷ്വാലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ 60ഓളം രോഗികളാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 28 രോഗികളെ അവിടെ പ്രവേശിപ്പിക്കുന്നത്. അതിൽ ചില രോഗികൾ വെന്റിലേറ്ററിലാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് സ്വകാര്യ ആശുപത്രികളിലെയും അവസ്ഥ. സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന രോഗികളും വെന്റിലേറ്ററിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് സാധാരണ പാവപ്പെട്ട രോഗികളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിൽ ഇവിടെ നിന്നും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടുത്തെ ആശുപത്രി ചെലവ് എന്നതുൾപ്പെടെ ഈ രോഗികളുടെ ബന്ധുക്കൾ ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. അതിലൊരു തീരുമാനം കൂടി ഇന്നത്തെ ഒരു ആരോഗ്യമന്ത്രിയുടെ യോഗത്തിൽ ഉണ്ടായേക്കും എന്ന് കരുതുന്നുണ്ട്. വിജയകുമാർ. യെസ്, മിഥില ബാലനും സമീർ സി മുഹമ്മദുമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് നിന്ന് ആരോഗ്യമന്ത്രിയുടെ യോഗം അവിടെ പുരോഗമിക്കുകയാണ്. ആ യോഗത്തിൽ ഈ ചികിത്സാ സഹായം ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ ഇന്നലെ മാറ്റിയവരുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണം. അവർക്ക് ചികിത്സാ സഹായം നൽകണമെന്ന ആവശ്യമുണ്ട്. അതിലൊരു തീരുമാനമുണ്ടാകും. സാങ്കേതിക വിദഗ്ധർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ അപകടത്തിന് കാരണമായതെന്ത് എന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നറിയണം. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമായിരിക്കും ഈ മരണകാരണം എന്ത് എന്നതിലൊരു വ്യക്തത വരിക. യോഗത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ അത്തരം വിഷയങ്ങളിൽ കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടാകും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. കൊല്ലം കുന്നിക്കോട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ നില ഗുരുതരം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. വാക്സിൻ എടുത്താലും ഞരമ്പുകളിൽ കടിയേറ്റാൽ അപകട സാധ്യത കൂടുതലാണ് എന്ന് SIT സൂപ്രണ്ട് അറിയിച്ചു. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കൊല്ലത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വാക്സിനും ആരംഭിച്ചു. വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു. തുടർന്ന് SIT ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പേവിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ലെന്നും ആശുപത്രി അധികൃതർ. ഇപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല.
കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുട്ടിയെ കടിച്ച തെരുവുനായ ചത്തു. 24 തിരുവനന്തപുരം. 7 വയസ്സുകാരിയെ നായ കടിച്ച ആ മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധന തുടരുകയാണ്. ഈ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. കൊല്ലം കുന്നിക്കോട് നിന്നാണ് സുജിത്ത് ചേരുന്നത്. സുജിത്ത്, ആ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന പരാതി നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചിരുന്നു അല്ലേ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ ആ മേഖലയിലെത്തിയ ശേഷം? വിജയകുമാർ, തീർച്ചയായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ്. ഇവർ പറയേണ്ട സാഹചര്യം മാത്രമല്ല, നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കിത് കാണാൻ സാധിച്ചതും അതുതന്നെയാണ്. കുട്ടിക്ക് കടിയേറ്റ വീടിൻ്റെ മുന്നിലാണ്, നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിനുള്ളിൽ ഞങ്ങൾ എത്തുമ്പോൾ പട്ടികൾ, നിരവധി തെരുവുനായ്ക്കൾ ഇതിനുള്ളിലുള്ളതായും ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നതായും നമുക്ക് കാണാൻ സാധിച്ചു. നമ്മളെ കാണുമ്പോൾ ഈ ആളുകൾ എത്തുമ്പോൾ പോലും ഈ നായ്ക്കൾ കുരച്ചുകൊണ്ട് മുന്നിലേക്ക് ചാടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ഇവിടേക്ക് എത്തിയപ്പോഴും ഈ വീട്ടിൽ തെരുവുനായ്ക്കൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴും ഞങ്ങൾക്ക് നേരെയും തെരുവുനായ കുരച്ചുകൊണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വീടിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് കടിയേറ്റത്. ഈ വീട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് ഈ വീട്ടിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും അവർക്ക് വെള്ളം എത്തിച്ചു നൽകുമ്പോഴാണ് ഒരു താറാവിനെ ഈ നായ ആക്രമിക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ താറാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടിക്ക് കടിയേൽക്കുകയും ചെയ്തത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ ചുറ്റുപാടും എല്ലാം തന്നെ തെരുവുനായ്ക്കളാണ്. ഇവിടെ പലയിടത്തും അറവു മാലിന്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഇത്തരത്തിൽ നായ പെരുകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ പ്രദേശവാസികൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിൽ ഈ പ്രദേശം ആകെ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണോ? തെരുവുനായ രൂക്ഷമാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലയോ, ഇതിൻ്റെ അകത്തൊരു പട്ടി കിടപ്പുണ്ട്, ഇപ്പോഴും ഓളം ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞു എന്നോടൊരു പട്ടി ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതുവരെ ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും ഓളം ഇടുകയാണ് ആ പട്ടി. ഭയങ്കര സൗണ്ട്. ആ പട്ടിക്കും വിഷബാധ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ, ഒരു മാസം മുമ്പ് ഇവിടെ ഒരു പേപ്പട്ടി ഇവിടെ കറങ്ങി നടക്കുകയും ആ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വളരെ വൈകാരികമായി പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഇപ്പോൾ വീട്ടമ്മമാരുൾപ്പെടെ, പ്രദേശത്തെ വീട്ടമ്മമാരുൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പട്ടിയെ കൊല്ലണം. ഞങ്ങൾക്ക് പട്ടിയെ നാട്ടിൽ ആവശ്യമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുക. പട്ടിയെ കൊന്നു കാരണം ഞങ്ങളുടെ കൊച്ചുങ്ങളെ കടിക്കാൻ പറ്റത്തില്ല. പട്ടി കടിച്ച ഉടനെ മരിക്കുക. നായ പെരുകാനുള്ള എന്താ പട്ടികളെ വളർത്തി അങ്ങ് വിട്ടേക്കുക, പെറ്റ് കൂട്ടുക. അതാണ് മാലിന്യം ഇവിടെ കൊണ്ടുവന്നിടുന്നതാണോ? മാലിന്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അറവു മാലിന്യം ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ടുവരുന്നതാണ്. എന്താ ചേച്ചി പറയാനുള്ളത്? മോനെ, പട്ടികൾ ശരിക്കും പട്ടികളുണ്ട് ഇവിടെ കേട്ടോ. ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പിന് നിൽക്കുമ്പോഴാണ് കൊച്ചിനെ വന്ന് കടിക്കും. മകനെ പട്ടി കടിച്ചിരുന്നു? എൻ്റെ മോനെ പട്ടി കടിച്ചായിരുന്നു. എന്നാണത്? അത് ഈ ഇടയ്ക്കാ, ഇപ്പൊ ഒരാഴ്ച ആയതേ ഉള്ളൂ. പ്രദേശം മൊത്തം ഞങ്ങൾ വന്നപ്പോഴും കാണാൻ കഴിഞ്ഞു ഇവിടെ മൊത്തം പട്ടികളാ. പട്ടികളാ, ശരിക്കും പട്ടികളാ. അതിനെ ഒഴിവാക്കണം. ഞങ്ങൾക്കിപ്പോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുക. എൻ്റെ 2 മക്കളെ പട്ടി കടിച്ചു. ഇതാണ് ഇവിടെ ഈ പ്രദേശത്ത് ആകെ തെരുവുനായുടെ ഒരു ശല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കളെ പിടികൂടുന്നതിന് വേണ്ടി പഞ്ചായത്തോ മറ്റും ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നായ്ക്കളെയൊക്കെ തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്, അപേക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുന്നിക്കോട് നിന്നാണ് സുജിത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. അവരത് പറയുകയാണ്. അധികൃതർ അടിയന്തിരമായി അവിടെ ഇടപെടണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ 13കാരി മരിച്ചു എന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണ് എന്ന് പിതാവ് പറഞ്ഞു. ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മിയെ നായ കടിച്ചത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ പൂർത്തിയാക്കി. ഏപ്രിൽ 9-നാണ് കുട്ടി മരിച്ചത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ജയശങ്കർ, ഇത്രയും ദീർഘകാലയളവിന് ശേഷം ആ കുട്ടി മരിച്ചു, അത് പേവിഷബാധയേറ്റാണ് എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ആരോഗ്യവകുപ്പോ ആശുപത്രിയോ അത് സ്ഥിരീകരിക്കുന്നുണ്ടോ? അതായത് വിജയകുമാർ, കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ്
ഈ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി പത്നിയായ 13-കാരിക്ക് വളർത്തുനായയുടെ കടിയേൽക്കുന്നത്. ഈ കടിയേറ്റ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വാക്സിൻ എടുക്കുകയും ചെയ്തു. പിന്നീട് ഏപ്രിൽ മാസത്തിലാണ് ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഏപ്രിൽ 3-നാണ് കുട്ടിക്ക് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങിയത്. ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ നേരിട്ടു. അതിനുശേഷം വിവിധ ആശുപത്രികളിൽ ചികിത്സ നൽകി. അങ്ങനെ ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഏപ്രിൽ 9-ന് പ്രവേശിപ്പിച്ചു. അങ്ങനെ ഏപ്രിൽ 9-ന് ഈ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്നതിനിടയിലാണ് കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യമായി വാക്സിൻ നൽകിയിട്ടും ഈ 13-കാരിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെന്ന ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് ഈ വാക്സിൻ അടക്കം കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു. ഒപ്പം തന്നെ ഈ കാര്യം ബന്ധപ്പെട്ട പഞ്ചായത്തിന് ഉൾപ്പെടെ അറിയിച്ചു. പക്ഷേ ആ കാര്യത്തിൽ പോലും കൃത്യമായി വാക്സിൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ലെന്നാണ് പിതാവ് പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മരണം ഉണ്ടായി ഒക്കെ ശേഷം ഇത്തരത്തിൽ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വാക്സിൻ എടുക്കണം എന്നൊരു നിർദ്ദേശം പഞ്ചായത്തിൻ്റെയും മറ്റും ഭാഗത്തു നിന്ന് വന്നുവെന്ന് ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനയിലാണ് കുട്ടിക്ക് പേവിഷബാധ ഏറ്റാണ് ഈ മരണം എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമൃത ആശുപത്രിയും ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയ കൊച്ചിയിലെ ആശുപത്രിയും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകുന്നുണ്ട്. ഇനി DMO തലത്തിൽ ഇത് ഔദ്യോഗികമായ ഒരു സർക്കാർ തലത്തിൽ DMO സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും തന്നെ ഈ കുട്ടിയുടെ മരണം, ഈ പത്തനംതിട്ടയിലെ 13-കാരിയുടെ മരണം വിഷബാധ മൂലമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ സംസ്ഥാനത്ത് ഇതിനെതിരെ കൃത്യമായ വാക്സിനേഷൻ ഉൾപ്പെടെ നൽകുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ കേസിൽ വാക്സിനുകളെല്ലാം കൃത്യമായി എടുത്തതാണ്. അതിനുശേഷമാണ് ഡിസംബറിൽ കടിയേറ്റ് ഏപ്രിലിൽ ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ വിഷമമാണ്. കാരണം ഈ നായയുടെ കടിയേറ്റ ഘട്ടത്തിൽ പോലും കൃത്യമായി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കടിച്ചത് തെരുവ് നായയല്ല വിജയകുമാർ, അത് ഓർക്കണം, വളർത്തുപട്ടിയാണ്. എന്നിട്ട് പോലും ആ പട്ടിയെ വളർത്തിയ വീട്ടുകാർക്കെതിരെ പോലും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും കുടുംബം വളരെയധികം വൈകാരികമായി വലിയ വിഷമത്തിലാണ്. അവരുടെ മകളെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവർ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു, പഞ്ചായത്ത് അധികൃതരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സർവത്ര വീഴ്ചകളുണ്ടായി. കൃത്യമായി തങ്ങളുടെ മകൾക്കൊരു ശ്രദ്ധ ലഭിച്ചില്ല. വാക്സിൻ എടുത്തിട്ട് പോലും മകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ സമ്പൂർണ്ണ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വീഴ്ച എന്നൊരു ആക്ഷേപമാണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ആരോഗ്യവകുപ്പിന്റെ DMO തലത്തിൽ ഉൾപ്പെടെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. അതിൽ ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മി എന്ന കുട്ടിയെ നായ കടിച്ചത്. ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ എടുത്തു. ഏപ്രിൽ 9-ന് കുട്ടി മരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അത് പ്രതിരോധ വാക്സിൻ ഫലം കണ്ടില്ല. അത് എടുത്തിട്ടും പേവിഷബാധ ഏറ്റ് തന്നെയാണ് കുട്ടി മരിച്ചത് എന്ന് ബന്ധുക്കൾ ആരോപിക്കുകയാണ്. അതിൽ ആരോഗ്യവകുപ്പിന് എന്താണ് പറയാനുള്ളത്? ഔദ്യോഗിക വിശദീകരണം എന്തെങ്കിലും നൽകാനുണ്ടോ എന്ന് ഇനി അറിയേണ്ടതുണ്ട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് വാണിജ്യ മന്ത്രാലയം ഉത്തരവിറക്കി. ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന പാകിസ്ഥാൻ 50 ഇടങ്ങളിൽ യുദ്ധ സൈറണുകൾ സ്ഥാപിച്ചു. 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ താമസക്കാർക്ക് പാക് അധീന കശ്മീർ ഭരണകൂടം നിർദ്ദേശം നൽകി. പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടും അല്ലാതെയുമുള്ള കയറ്റിറക്കുമതികൾക്കാണ് നിരോധനം. ദേശീയ സുരക്ഷയും പൊതുനിയമവും കണക്കിലെടുത്താണ് പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധത്തിന് ഇന്ത്യ വിലക്കേർപ്പെടുത്തുന്നത്. ഇന്ത്യൻ നടപടികളിൽ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കാൻ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് ഉത്തരവ് നൽകി. പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൾ ഹക്കാണ് ഉത്തരവിട്ടത്. പാക് അധീന കാശ്മീരിലെ വെടിക്കെട്ട്, ഉച്ചഭാഷിണി ഉപയോഗം എന്നിവയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. LOCക്ക് സമീപമുള്ള ശാഖകൾ പാകിസ്ഥാൻ ബാങ്കുകൾ അടച്ചുപൂട്ടി. പാക് അധീന കാശ്മീരിലെ ഗ്രാമീണർക്ക് പാക് സൈന്യം ആയുധ പരിശീലനവും നൽകുന്നുണ്ട്. സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഇതിനിടെ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമെന്നും സൂചനകളുണ്ട്. കലാത്ത് ജില്ലയിലെ മാംഗോച്ചർ നഗരത്തിന്റെ നിയന്ത്രണം ബലൂച്ച് വിമതർ ഏറ്റെടുത്തു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിന് നേരെ ആക്രമണവുമുണ്ടായി. 24 ഡൽഹി. പാക് പ്രകോപനം തുടരുന്നതിനിടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സൈന്യം ജാഗ്രതാ നിർദ്ദേശം നൽകി. പൂഞ്ച്, രജൌരി മേഖലകളിൽ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറി. ബൽറാം നെടുങ്ങാടി രജൌരിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അതിർത്തി മേഖലയിലെ പുതിയ സാഹചര്യം എന്താണ്? തുടർച്ചയായി 9-ാം ദിവസവും ഈ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ മേഖലയിലെ ജനങ്ങൾ വലിയ ജാഗ്രതയിലായിരിക്കുമല്ലോ, അല്ലേ?
തീർച്ചയായും വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പൂഞ്ച് മേഖലയിലാണ്. രജൌരി മേഖലയിൽ ഉൾപ്പെടെ നമ്മൾ പോയിരുന്നു. ആ മേഖലയിലെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിച്ചിരുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ മേഖലയിലാണ് ഏറ്റവും ആദ്യം ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകാറുള്ളത് എന്നതിനോടൊപ്പം തന്നെ 2019 വരെ സ്ഥിരമായി ആക്രമണം പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ ഈ പൂഞ്ച് സെക്ടറിൽ നടത്തിയിരുന്നു. ഇവിടെയുള്ള അതിർത്തി ഗ്രാമങ്ങൾ, ബലാക്കോട്ട അടക്കമുള്ള അതിർത്തി ഗ്രാമങ്ങളിലെ സ്കൂളുകൾക്കും സാധാരണ ജനങ്ങളുടെ വീടുകൾക്കും നേരെ ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു ജാഗ്രത നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷത്തോളമായി വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനിൽ 2017 മിന്നലാക്രമണത്തിന് ശേഷം ഈ മേഖലയിലെല്ലാം തന്നെ ഏതാണ്ട് 14,000-ഓളം ബങ്കറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക്. കാരണം ഇത്തരത്തിലുള്ള അപ്രതീക്ഷിതമായ ആക്രമണം പാകിസ്ഥാനിന്റെ ഭാഗത്തു നിന്നും രാവും പകലും ഉണ്ടാകുന്നുണ്ട്. ഇത് സ്കൂളുകളെ പോലും ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബങ്കറുകൾ ഏതാണ്ട് എല്ലായിടങ്ങളിലും തന്നെ നിലവിൽ ഉണ്ട്. ഈ ബങ്കറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിരിക്കുന്നു. പലരും ഈ നിർദ്ദേശം കാത്തു നിൽക്കാതെ തന്നെ ഇത്തരത്തിലൊരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വയം ഈ ബങ്കറുകൾ വൃത്തിയാക്കി അതിലേക്ക് താമസം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. രാവും പകലും ഈ ബങ്കറുകളിലേക്ക് തന്നെ താമസം മാറിയിരിക്കുന്നു. അടുക്കളകൾ ഉൾപ്പെടെ ബങ്കറിനകത്ത് സജ്ജീകരിച്ച കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ തുടർച്ചയായി പാകിസ്ഥാൻ 8ാം ദിവസവും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. തൊട്ടടുത്ത പോസ്റ്റുകൾ, അക്നൂർ അടക്കമുള്ള പോസ്റ്റുകളിലേക്ക് വെടിയുതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ മേഖലയിൽ ബലാക്കോട്ട് എന്നുള്ള ഏറ്റവും അടുത്ത് നിയന്ത്രണ രേഖയോട് ഏറ്റവും അടുത്ത് വീടുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഇതുവരെയും ആക്രമണം ഇത്തവണ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഒരു ആശങ്ക ജനങ്ങൾക്ക് എല്ലായിടത്തുമുണ്ട്. പാകിസ്ഥാൻ പ്രകോപനം പരമായ പരാമർശങ്ങൾ തുടരുമ്പോഴും ആശങ്ക പൂണ്ട് പരിഭ്രാന്തിയിലായി എന്തൊക്കെയോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാക് അധീന കശ്മീരിൽ ഏതാണ്ട് അടച്ചുപൂട്ടിയ അവസ്ഥ ഉണ്ട്. ബാങ്കുകളും സ്കൂളുകളും മദ്രസകളും അടക്കമുള്ളവ അടച്ചുപൂട്ടിയിരിക്കുന്നു. വ്യോമയാന മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്. കൂടാതെ ഗ്രാമവാസികൾക്ക് ഉൾപ്പെടെ തോക്ക് പരിശീലനം നടത്തുന്ന കാഴ്ചകൾ, അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. കാരണം 2 വശങ്ങളിലും ഒരുപോലെ ഭീഷണി നേരിടുന്ന ഒരു സമയമാണ് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ. അഫ്ഗാനുമായി നല്ല ബന്ധമല്ല, അവിടെ ഭീകരവാദികളുമായുള്ള സംഘർഷം തുടർച്ചയായി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ബലൂജിലെ വിമതരുടെ ഭാഗത്തു നിന്നും ഈ ഒരു അവസരത്തിലും ആക്രമണം ഉണ്ടാകുന്നു. സൈന്യവും വിമതരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഞാനൊന്ന് ഇടപെട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വരുന്ന ഒരു വിവരമാണ്, ദേശീയ മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പാകിസ്ഥാൻ പറയുന്നത് അവര് ഒരു ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നതാണ്. 450 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് ഇന്ന് ഈ ശനിയാഴ്ച അത് വിജയകരമായി പരീക്ഷിച്ചു. സർഫസ് ടു സർഫസ് ആണ് അവർ പറയുന്നത്. അത് 450 കിലോമീറ്റർ റേഞ്ചാണ്. അതിൻ്റെ ആ പരീക്ഷണം ഇന്ന് അവർ വിജയകരമായി പൂർത്തിയാക്കി എന്ന് പറയുന്നു. അതിൻ്റെ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പരീക്ഷണം നടത്തിയാൽ അതൊരു പ്രകോപനമായി കാണും എന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു. ആ പ്രകോപനം അതേ നിലയിൽ നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് വേണം കരുതാൻ. ഈ പരീക്ഷണ വിവരം അവർ അത് പങ്കുവയ്ക്കുന്നത് കൊണ്ട് അത് തന്നെയാണല്ലോ നമ്മൾ അർത്ഥമാക്കേണ്ടതല്ലേ? തീർച്ചയായും വിജയകുമാർ, പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതിന് കാരണമാകുന്നുണ്ട്. ഭരണാധികാരികളും സൈന്യവും 2 തട്ടിൽ ISI എന്നുള്ള എല്ലാതിനെയും നിയന്ത്രിക്കുകയും ഒപ്പം ഭീകരവാദികളെയും സൈന്യത്തെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ചാര ഏജൻസി അവരുടെ നിയന്ത്രണത്തിൽ പല ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. പാക് ഭരണാധികാരികൾ ആദ്യഘട്ടത്തിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ അവരിൽ ഭീതി പ്രകടമാണ്. ഇന്ത്യയുടെ നാവിക, കര, വ്യോമസേനകൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ശേഷി തെളിയിച്ചു കഴിഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ എന്നാൽ ഇത്തരത്തിൽ ഒരു മുഴുവൻ സമയ അല്ലെങ്കിൽ ഒരു മുഴുവൻ യുദ്ധത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലിന് പോലും ഉള്ള സാധ്യതകൾ പാകിസ്ഥാൻ തേടിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ അടക്കമുള്ളവ നടക്കുന്നത്. അത് കൃത്യമായി തന്നെ ഭരണകൂടവും സൈന്യവും ISIയും 2 തട്ടിലായതിന്റെ പ്രകടനമായ
എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിൽ പോലും ഇത് പ്രകോപനപരമായ ഒരു നടപടി തന്നെയാണ്. നിലവിൽ അതിർത്തികളിൽ ഉള്ള വെടിവെപ്പ് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നത്. അതിന്റെ ശേഷി, അതായത് 450-ലേറെ കിലോമീറ്റർ ശേഷി എന്നുള്ളത് ഇന്ത്യക്ക് ഈ വെല്ലുവിളിക്കാനുള്ള ഒരു ശ്രമമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിൽ പോലും നേരത്തെ തന്നെ ഇന്ത്യൻ സൈന്യം 3 സേനാ വിഭാഗങ്ങളും ഈ സമാനമായ മിസൈൽ ശേഷി തെളിയിച്ചതാണ്. ഈ പാകിസ്ഥാന്റെ നേരത്തെ പലതവണ ഇന്ത്യയുമായി സംഘർഷമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ നിന്നെല്ലാം ഏറെ ശോഷിച്ച ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മറികടക്കാൻ, അത് മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സൈന്യം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഏത് പ്രകോപനത്തെയും അതേ മട്ടിൽ തന്നെ നേരിടാൻ തയ്യാറാണ്. അതിന് സൈന്യം സജ്ജമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സൈന്യം അതീവ ജാഗ്രത തുടരുകയാണ് അതിർത്തി മേഖലയിൽ. വിജയകുമാർ. യെസ്, പൂഞ്ചിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയത്. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ വലിയ ജാഗ്രതയാണ്. അവിടെ നിന്ന് ജനങ്ങൾ ബങ്കറുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. കഴിഞ്ഞ 9 ദിവസമായി രാത്രിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യൻ മേഖലയിലേക്ക് പാകിസ്ഥാൻ വെടിയുതിർക്കുന്നുണ്ട്. ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരം കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇത്തരം ഒരു പരീക്ഷണം സാഹചര്യം സങ്കീർണമാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് പാകിസ്ഥാന്. കൂടുതൽ നടപടികൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ട വിവരം കൂടി വരുന്നുണ്ട്. പാക് പതാക വെച്ച കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഒരു ട്രേഡ് വാർ, ഒരു വ്യാപാര യുദ്ധം എന്ന നിലയിൽ ചില നടപടികളിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യ. കയറ്റുമതി ഇറക്കുമതിയൊക്കെ വാണിജ്യ മന്ത്രാലയം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കപ്പലുകളെ അനുവദിക്കേണ്ടതില്ല എന്നതും ഈ പറയുന്ന വ്യാപാര ഒരു വാർ എന്ന് വേണമെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷന്റെ ഭാഗമായാണ് ഈ നടപടിയും, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ആദ്യഘട്ടത്തിൽ നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. പിന്നാലെ വ്യോമ മേഖലയിൽ ഒരു വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് രാജ്യം നീങ്ങുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ വ്യാപാര മേഖലയിലാണ്, അതായത് ഈ ഭീകര ആക്രമണം ഇങ്ങനെ നടത്തിയ പശ്ചാത്തലത്തിലൊപ്പം തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടവുമായി ഇന്ത്യ ഒരു ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ഇനിയൊരു വ്യാപാര ബന്ധത്തിലേക്ക് ആ വ്യാപാര ബന്ധം തുടരേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടും അല്ലാതെയും ഉള്ള ഇറക്കുമതിക്കും ഒപ്പമുള്ള കയറ്റുമതിക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ നാവിക മേഖലയിലും ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാക് പതാക വെച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തിരിച്ചും പാകിസ്ഥാന്റെ ഒരു തുറമുഖത്തിലും ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. വിജയകുമാർ. യെസ്, കുറെ കൂടി കടുത്ത നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു. നയതന്ത്ര നീക്കങ്ങളും ഒപ്പം തന്നെ ഇത്തരത്തിൽ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കുമൊക്കെ പോയിരിക്കുകയാണ് ഇന്ത്യ. വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. അതേസമയം പാകിസ്ഥാനെതിരെ ചാവേറാകാൻ ഒരുക്കമാണെന്ന് കർണാടക മന്ത്രിയുടെ പ്രതികരണം. പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് താൻ പോകാൻ തയ്യാറാണ് എന്ന് ഭവന വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാന്റെ പ്രഖ്യാപനം. ശരീരത്തിൽ ബോംബ് കെട്ടി പോകാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിന് അനുവാദം നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ಯುದ್ಧ ಮಾಡಬೇಕಂದ್ರೆ ರೆಡಿ, ಅದಕ್ಕೆ ನನಗೆ ಆಸ್ ಎ ಮಂತ್ರಿಯಾಗಿ ನಾನು ಕಳಿಸ್ತಾರಂದ್ರೆ ಹೇಳಿ ನಾನು ಹೋಗಲು ಸಿದ್ಧ. ನಾನೇ ಹೋಗ್ತೀನಿ ಅಲ್ಲಿ ಯುದ್ಧ ಮಾಡಬೇಕು ದೇಶಕ್ಕೋಸ್ಕರ. ನಡೀರಿ ಹೋಗ್ಬಿಡುವ, ನಾನು ಹೋಗ್ತೀನಿ ರೀ. ಬೇಕಾದರೆ ಸುಸೈಡ್ ಬ್ಯಾಗ್ ಹಾಕ್ತೀನಿ ನಾನು. ಓಪನ್ ನಾನು ಹೇಳ್ತಲ್ಲ, ಕೇಳಿಲಿ, ನಾನು ತಮಾಷೆಗೆ ನಾನು ಜೋಶಲ್ಲಿ ಹೇಳ್ತಾ ಇಲ್ಲ. ಈ ದೇಶಕ್ಕೋಸ್ಕರ ನನ್ನ ಗತಿ ಇದ್ರೆ ಸುಸೈಡ್ ಬ್ಯಾಂಕ್ ನರೇಂದ್ರ ಮೋದಿ ಅವರು ಅಮಿತ್ ಶಾ ಕೊಳ್ಳಿ, ಅಲ್ಲ ಮೇಲೆ ಆಣೆ, ದೇವ್ರ ಮೇಲೆ ಆಣೆ ಕಟ್ಕೊಂಡು ನಾನು ಪಾಕಿಸ್ತಾನ ಹೋಗ್ತೀನಿ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് K സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തണം എന്ന് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും K സുധാകരൻ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് മതി നേതൃമാറ്റ ചർച്ചകളെന്നും സുധാകരൻ ഹൈക്കമാൻഡിനോട് പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനം മാറുന്നതുമായി ബന്ധപ്പെട്ട് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് സുധാകരന്റെ പ്രതികരണം.
ചർച്ചകളൊക്കെ ഇന്നലെ നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഒരുപാട് മണിക്കൂർ നേരം പിന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സംഘടനാ ശക്തി, കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിലായിട്ട്. എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക. ഞാനല്ല എന്നെ മാറ്റേണ്ടത്, അവരാണ്. എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ്. എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അന്തിമ തീരുമാനം, അതെൻ്റെ തീരുമാനമാണ്. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നേതൃമാറ്റ ചർച്ചകൾ വേണ്ട എന്ന് KPCC അധ്യക്ഷൻ പറയുന്നു. അത് ഹൈക്കമാൻഡ് അംഗീകരിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? തൽക്കാലം നേതൃമാറ്റം വേണ്ട എന്ന നിലയിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണോ ഹൈക്കമാൻഡിന്റെ തീരുമാനം? അത് ഒരു സ്ഥിരീകരണമില്ലെങ്കിലും അത്തരം സൂചനകളാണോ വരുന്നത്? വിജയകുമാർ, ഇന്നലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് സുധാകരനുമായി ഖർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തന്നെ KPCC അധ്യക്ഷനായി തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം കെ സുധാകരൻ മുന്നോട്ട് വച്ചത്. അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ദൗത്യമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പിണറായി സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ദൗത്യം തൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ സംഘടനാ തലത്തിലുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സംസ്ഥാനത്തുടനീളം തന്നെ സംഘടനാ തലത്തിലുള്ള അത്തരം ഒരുക്കങ്ങളെല്ലാം നടത്തി വരികയാണ്. ഈ ഘട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം മാറ്റരുത് എന്നൊരാവശ്യമാണ് കെ സുധാകരൻ മുന്നോട്ട് വച്ചത്. ഈ ആവശ്യത്തോട് നിലവിൽ ഒരു അനുഭാവപൂർവമായ നിലപാടാണ് AICC നേതൃത്വം സ്വീകരിച്ചത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് തിടുക്കപ്പെട്ട് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് എന്തായാലും അഖിലേന്ത്യാ നേതൃത്വം എത്തിയിട്ടുള്ളത് എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനം KPCC അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വാർത്തകളും ഇപ്പോൾ കഴിഞ്ഞ സമീപകാലത്തായി പുറത്തു വന്നിരുന്നു. ഇതിൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി കൃത്യമായി തന്നെ AICC നേതൃത്വത്തോട് കെ സുധാകരൻ പ്രകടിപ്പിച്ചു എന്ന വിവരങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ തൻ്റെ സ്വന്തം പാർട്ടിയിലെ ചില കേന്ദ്രങ്ങളിൽ തന്നെ അത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, അത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് കെ സുധാകരൻ നിലപാടെടുത്തത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടി പോവുകയാണ്. ഇതിനിടയിൽ തന്നെ DCC പുനഃസംഘടന ഉടൻ പൂർത്തീകരിക്കണം, അതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും AICC നേതൃത്വവുമായി കെ സുധാകരൻ പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. യെസ്, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. നേതൃമാറ്റത്തെപ്പറ്റി തൽക്കാലം ആലോചിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന് മുൻപാകെ KPCC അധ്യക്ഷൻ വെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി അത്തരം ചർച്ചകൾ. ഇപ്പോൾ DCC പുനഃസംഘടനയെപ്പറ്റി ആലോചിക്കണം എന്നൊരു നിർദ്ദേശം കൂടി അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. തുറമുഖ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവിൻ്റേത് സങ്കുചിത രാഷ്ട്രീയമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ച് അല്പത്തരം പ്രദർശിപ്പിച്ചെന്നും CPM കുറ്റപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ MP വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിക്കുന്നയാളെന്നാണ് ദേശാഭിമാനി മുഖപത്രം. ഉദ്ഘാടന വേദിയിൽ പിൻവാതിലിലൂടെ ഇരിപ്പിടം തരപ്പെടുത്തിയെന്നും മുഖപത്രത്തിൽ വിമർശിച്ചു. ശശി തരൂർ, M വിൻസെന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തതോടെ VD സതീശൻ ഒറ്റപ്പെട്ടുവെന്നും ദേശാഭിമാനി മുഖപത്രം വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നടപടി രാഷ്ട്രീയബദ്ധം എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. നിശ്ചയമായും അദ്ദേഹം, ഞാൻ പറയുന്നത്, കുറെ കൂടി രാഷ്ട്രീയമായി വിവേകശാലിയായി മാറണം. എപ്പോഴും താൽക്കാലികമായി ഉണ്ടാകുന്ന വികാരങ്ങൾക്ക് അടിമപ്പെട്ടൊരു ശൈലി സ്വീകരിച്ചു പോകുന്ന ഒരിക്കലും ശരിയല്ല. ഒരു നാടാകെ ഇരമ്പിയാർത്ത് വരുമ്പോൾ ആ ഇരമ്പിയാർത്ത് വരുന്ന നാടിനെ ഒപ്പം നെഞ്ചേറ്റാൻ കഴിയുന്ന വീക്ഷണം ഏതൊരു പൊതുപ്രവർത്തകനും ഉണ്ടാവണം. മനസാക്ഷിക്കുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി
പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക? മനസാക്ഷി കുത്താണ്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന സർക്കാരിന്റെ ഔദാര്യത്തിലല്ല ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് BJP നേതാവ് K. സുരേന്ദ്രന്റെ പ്രതികരണം. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല. ചടങ്ങിൽ പ്രസംഗിച്ചവർ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ലജ്ജയുണ്ടെന്ന് ഡോക്ടർ ശശി തരൂർ MP ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ കേന്ദ്ര തുറമുഖ വകുപ്പ് പുറത്തിറക്കിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെട്ടു. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ, തെറി വിളിച്ചോളൂ എന്നാണ് പ്രതികരണം. BJPയെ കേരളത്തിൽ അധികാരത്തിലെത്തിച്ച ശേഷമേ ഇവിടം വിട്ടു പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നെ എത്ര വേണമെങ്കിൽ ട്രോൾ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും തെറി പറഞ്ഞോളൂ. ഈ ട്രെയിൻ BJP NDA ട്രെയിൻ വിട്ടു. ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല. അതിൽ ലെഫ്റ്റിന് കയറണമെങ്കിൽ ലെഫ്റ്റിന്റെ വോട്ടേഴ്സിന് കയറണമെങ്കിൽ കയറുക, മരുമകന് കയറണമെങ്കിൽ കയറുക. വികസിത കേരളമാണ് ലക്ഷ്യം. അത് എത്തിയിട്ടേ തീരുള്ളൂ. കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമെന്നായിരുന്നു തന്നെ വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസിന് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. മൊത്തം ഇന്ത്യയിലും കേരളയ്ക്ക് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ട് കാണുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, സന്തോഷമായൊരു ദിനം ആണ് കാണുമ്പോൾ ഞാൻ പേരെടുക്കുന്നില്ല, ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം. എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു, പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു എക്സ്പോസ്റ്റ് ഉണ്ട്. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് നരേന്ദ്രമോദി ആവർത്തിക്കുന്നു. അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ആഗോള പിന്തുണയ്ക്ക് നന്ദി പ്രകടിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ഭൂമി വിട്ടു നൽകിയ ഇനത്തിൽ ലഭിക്കേണ്ട 6 കോടി രൂപ കൈപ്പറ്റാതെ കോട്ടയം നഗരസഭ. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളില്ലാത്തതാണ് നഗരസഭയ്ക്ക് വെല്ലുവിളിയായത്. രേഖകൾ കണ്ടെത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. 1-2 6,67,24,746 കോടി രൂപയാണ് നഗരസഭയ്ക്ക് ലഭിക്കാതെ കിടക്കുന്നത്. മുളന്തുരുത്തി ചെങ്ങന്നൂർ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരസഭയുടെ സ്ഥലം റെയിൽവേ ഏറ്റെടുത്തിരുന്നു. ഇതിനാണ് 6 കോടിയോളം രൂപ നഗരസഭയ്ക്ക് നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ജില്ലാ സ്പെഷ്യൽ കോടതിയിൽ തുക റെയിൽവേ കെട്ടിവെക്കുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കോട്ടയം നഗരസഭയ്ക്ക് സാധിച്ചില്ല. മതിയായ രേഖകൾ നഗരസഭയിൽ ഇല്ലാത്തതാണ് തിരിച്ചടിയായത്. റെയിൽവേയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുന്നതിനായി കൗൺസിൽ തീരുമാനപ്രകാരം നമ്മൾ സെക്രട്ടറിയെയും വക്കീലിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റെയിൽവേ ഈ തുക റവന്യൂ വിഭാഗത്തിനെ ഏൽപ്പിക്കുകയും അവിടുന്ന് നമുക്ക് കോടതിയുടെ തീരുമാനപ്രകാരം ഈ ഫണ്ട് നമുക്ക് FD ആയിട്ട് ഇടുവാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 7 സർവേ നമ്പറുകളിലുള്ള ഭൂമിയാണ് റെയിൽവേ ഏറ്റെടുത്തത്. എന്നാൽ ഒരു സർവേ നമ്പറിലുള്ള ഭൂമിയുടെ രേഖകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. 2023 കൗൺസിൽ തീരുമാനപ്രകാരം രേഖകൾ കണ്ടെത്താൻ നീക്കം നടത്തിയെങ്കിലും മറ്റു രേഖകൾ നഗരസഭയിൽ ഇല്ലെന്നാണ് കണ്ടെത്തിയത്. ഇക്കാര്യങ്ങളെല്ലാം 2023-24 കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുമുണ്ട്. രേഖകൾ ഹാജരാക്കി തുക നേടിയെടുക്കാൻ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെൻഷൻ തട്ടിപ്പ്, കോടികൾ കാണാതായ സംഭവം, ഇതിനെല്ലാം പിന്നാലെയാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കേണ്ട 6 കോടിയോളം രൂപ നഷ്ടമായെന്ന വാർത്തയും പുറത്തു വരുന്നത്. കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരസഭകളിൽ ഒന്നായ കോട്ടയം നഗരസഭയിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവുമില്ല. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.
പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മലയാള സിനിമ നടന് മുന്നറിയിപ്പുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നുമുള്ള പ്രതികരണമാണ് സിനിമയ്ക്കുള്ളിലും പുറത്തും ചൂടുള്ള ചർച്ചയാകുന്നത്. എന്നാൽ നടൻ ആരെന്ന് വെളിപ്പെടുത്താതെ ലിസ്റ്റിൻ സ്റ്റീഫൻ മുഴുവൻ നടന്മാരെയും സംശയ നിഴലിലാക്കിയെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വിമർശിച്ചു. ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ പ്രമോഷനിടെയാണ് നടന്റെ പേര് എടുത്തു പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. മലയാളത്തിലെ പ്രമുഖ നടൻ വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ലിസ്റ്റിൻ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ കരാർ ലംഘിച്ച് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന. എന്നാൽ നടന്റെ പേര് പറയാതെയുള്ള ലിസ്റ്റിന്റെ പ്രതികരണത്തിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തി. പൊതുവേദിയിലെ പരസ്യ പ്രതികരണം മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയമുനയിൽ നിർത്തിയെന്ന സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കും അസോസിയേഷനിൽ വിശ്വാസമില്ലാതായോ എന്നും ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. എക്സിലൂടെയാണ് പ്രതികരണം. വിനീത വിജി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി ബീഹാറിൽ ഒരു പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ അന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് എക്സിലൂടെ ആവർത്തിക്കുകയാണിപ്പോൾ. എന്തെങ്കിലും സൂചനകളാണോ ഈ പരാമർശങ്ങളിലുള്ളത്, ഈ പ്രതികരണത്തിലുള്ളത്? വിജയകുമാർ, ഇപ്പോൾ പ്രധാനമന്ത്രി ഹൈദരാബാദ് ഹൗസിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഈ അങ്കോളയിൽ നിന്നുള്ള പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അവർ ഹൈദരാബാദ് ഹൗസിലുമായി ആയിരുന്നു ആ കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയും അദ്ദേഹം ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതേ നടപടിക്രമങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾ അതിന് പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഒപ്പം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അങ്കോള നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം വളരെയധികം നന്ദിയെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഭീകരർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും. ഇത് ബീഹാറിലെ പൊതുപരിപാടിയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്ന ലോകത്തിന് ഒരു നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എക്സ് പോസ്റ്റിൽ. മറ്റെന്തെങ്കിലും സൂചനകൾ ആണോ ഈ പരാമർശങ്ങൾ ഉള്ളത് എന്ന് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ അറിയാം. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂർ പൂരം മേളപ്രമാണിയാകാൻ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പെരുവനം കുട്ടന്മാരാർ 24-നോട്. തന്നെ വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഭാരവാഹികളാണ്. തൻ്റെ ജീവിതം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നും പെരുവനം 24-നോട് പ്രതികരിച്ചു. അത് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതായത് തൃശ്ശൂർ പൂരമാണ് എന്നെ ലോകം മുഴുവൻ പരിചയപ്പെടുത്തിയത്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തു. ഞാൻ നിരവധി കാലം ജോലി ചെയ്തതാണ്. എൻ്റെ മഹത്വം എന്ന് എനിക്കറിയാം. അപ്പം പൂരത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഞാൻ പൂരത്തിൻ്റെ ഒരു ഭാഗമായി വിശ്രമം അനുവദിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഭാവിയിൽ എൻ്റെ മേളകല എനിക്ക് എൻ്റെ ജീവിതം ഉള്ളോടത്തോളം കാലം നടത്താൻ സാധിക്കണം. മേളകല ഒരു സബരിയായിട്ട് നടക്കുന്ന ആളാണ്. കൊട്ടാൻ വിളിച്ചാൽ ക്ഷേത്ര സങ്കേതങ്ങളിൽ പ്രത്യേകിച്ചും ഞാൻ അനുവർത്തിച്ചു വരുന്ന ജോലി ചെയ്യാൻ ആര് വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കണം. അതാണ് എൻ്റെ.
വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 24 സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ കണക്ട് എഡ്യൂക്കേഷൻ എക്സ്പോ തുടരുന്നു. കൊച്ചി ഫോറം മാളിൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ച എക്സ്പോ രാത്രി 8 മണിക്ക് അവസാനിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ വിദേശ വിദ്യാഭ്യാസ എക്സ്പോയിൽ 1000-ഓളം വിദേശ യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ 10-ലധികം ഏജൻസികളും എക്സ്പോയുമായി സഹകരിക്കുന്നുണ്ട്. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വിവിധ കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷൻ ഓപ്ഷനുകൾ, കരിയർ സാധ്യതകൾ എന്നിവയെക്കുറിച്ചും വ്യക്തത നേടാൻ കഴിയുന്ന വിധമാണ് 24 ഗ്ലോബൽ കണക്ട് എഡ്യൂക്കേഷൻ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസിലാൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കൗൺസിലർമാരും ഒക്കെയായി വിദ്യാർത്ഥികൾക്ക് നേരിട്ട് സംസാരിച്ച് സംശയ നിവാരണം നടത്താനുള്ള അവസരവും എക്സ്പോയിലുണ്ട്. എക്സ്പോയുടെ ഭാഗമായി വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേക പാക്കേജുകളും വിവിധ ഏജൻസികൾ ഒരുക്കിയിട്ടുണ്ട്. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത്. എക്സ്പോയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ സൗജന്യമാണ്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.